ഹായ്, ഐ ആം ഷമീർ. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേ ബി, മൈറ്റ് ബി. ഇത് രണ്ടും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് ഉള്ളത്. മേ ബി, മൈറ്റ് ബി. ഇത് സാധ്യതയെ പറ്റി പറയാനാണ്. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയാനാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പറയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ കളിക്കുകയായിരിക്കും. they may be playing. അവൻ ഉറങ്ങുകയായിരിക്കും. എന്താണ്? he may be sleeping. അവർ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. they may be walking. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ പറയാണ്, ഇപ്പോൾ ഇതേ സ്ഥാനത്ത് നമ്മൾ പറയാം they might be playing. അവർ കളിക്കുകയായിരിക്കും. he might be sleeping. ഈ മൈറ്റ് ബി പറഞ്ഞാലും മേ ബി പറഞ്ഞാലും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ ഇവിടെ ഉള്ള ഒരു മാറ്റം, ഒരു പോസിബിലിറ്റി മാറ്റമുണ്ട്, അസാധ്യത. അപ്പോൾ മേ ബി പറയുമ്പോൾ ആ സാധ്യത കൂടുതലാണ്. അവൻ ഉറങ്ങുകയായിരിക്കും എന്നുള്ള നമ്മൾ പറയുന്ന ആ ഊഹം എന്താണ്? ഏതാണ്ട് പറയുന്ന നമുക്ക് ഉറപ്പാണ്. എന്ത്? അവൻ ഉറങ്ങുകയായിരിക്കും. ഹി മേ ബി സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 80% എന്താണ് നമ്മൾ ഉറപ്പായിട്ടാണ് പറയുന്നത്. പക്ഷെ ഹി മൈറ്റ് ബി സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര തന്നെ ഉറപ്പില്ല. ഒരു 60% നമ്മൾ അഭിപ്രായം പറയാണ് അവൻ ഉറങ്ങുകയായിരിക്കും. മേ ബി പറയുമ്പോൾ സാധ്യത കൂടുതലാണ്, മൈറ്റ് ബി പറയുമ്പോൾ സാധ്യത കുറവാണ്. ഇതാണ് ഇതിന്റെ മാറ്റം. അപ്പോൾ ഞാൻ കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ സെന്റൻസുകൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാണ് അവർ ഇപ്പോൾ ക്ലാസ് റൂമിൽ ആയിരിക്കാം. They may be in the classroom now. They may be in the classroom now. അപ്പോൾ ഇതേ കാര്യം മൈറ്റ് ബി വെച്ച് പറഞ്ഞാലോ, they might be in the classroom now. They might be in the classroom now. അപ്പോൾ എന്താണ്? മേ ബി വെച്ച് പറയുമ്പോൾ സാധ്യത കൂടുതലാണ്. അവർ ക്ലാസ് റൂമിൽ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ മൈറ്റ് ബി വെച്ച് പറയുമ്പോൾ അവർ ഇപ്പോൾ ക്ലാസ് റൂമിൽ ആയിരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ പറയാണ് അവൻ ഇപ്പോൾ ജിമ്മിൽ ആയിരിക്കാം. അവൻ ഇപ്പോൾ ജിമ്മിൽ ആയിരിക്കാം. ഹി മേ ബി അറ്റ് ദ ജിം നൗ. ഹി മേ ബി അറ്റ് ദ ജിം നൗ. അപ്പോൾ ഹി മൈറ്റ് ബി അറ്റ് ദ ജിം നൗ. ഹി മൈറ്റ് ബി അറ്റ് ദ ജിം നൗ. അപ്പോൾ സാധ്യത കുറവാണ്. അപ്പോൾ പറയാണ് അവൻ ഒരു ഡ്രൈവർ ആയിരിക്കാം. ഹി മേ ബി എ ഡ്രൈവർ. ഹി മേ ബി എ ഡ്രൈവർ. അപ്പോൾ മൈറ്റ് ബി വെച്ച് പറയുമ്പോൾ ഹി മൈറ്റ് ബി എ ഡ്രൈവർ. അതുപോലെ പറയാണ് അവൾ ഒരു ടീച്ചർ ആയിരിക്കാം. ഷീ മേ ബി എ ടീച്ചർ. അപ്പോൾ ഷീ മൈറ്റ് ബി എ ടീച്ചർ. അവളൊരു ടീച്ചർ ആയിരിക്കാം. അപ്പോൾ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ് അവൻ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ അവൻ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഹി മേ ബി വാച്ചിങ് ടി വി നൗ. ഹി മേ ബി വാച്ചിങ് ടി വി നൗ. അപ്പോൾ മൈറ്റ് ബി വെച്ച് പറഞ്ഞാൽ ഹി മൈറ്റ് ബി വാച്ചിങ് ടി വി നൗ. അപ്പോൾ അവൻ ഇപ്പോൾ ടി വി കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ മൈറ്റ് ബി വെച്ച് പറയുമ്പോൾ സാധ്യത കുറവാണ്. അപ്പോൾ പറയാണ് ഷബാബ് ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താണ്? ഷബാബ് മേ ബി കുക്കിംഗ് ഫുഡ് നൗ. ഷബാബ് മേ ബി കുക്കിംഗ് ഫുഡ് നൗ. ഷബാബ് ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മൈറ്റ് ബി വെച്ച് പറയുമ്പോൾ ഷബാബ് മൈറ്റ് ബി കുക്കിംഗ് ഫുഡ് നൗ. ഷബാബ് മൈറ്റ് ബി കുക്കിംഗ് ഫുഡ് നൗ. എന്താണ്? സാധ്യത കുറവാണ് മൈറ്റ് ബി വെച്ച് പറയുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ മുമ്പ് ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് മേ ഉപയോഗിച്ചിട്ട്. അതായത് മേ ഉപയോഗിക്കുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാനാണ് മേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അധ്യായം മൈറ്റ് ഹാവ്, മേ ഹാവ്, ഇതിൻ്റെ ഒക്കെ ഉപയോഗമാണ്. മൈറ്റ് ഹാവ്, മേ ഹാവ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആണ് കാണുന്നത് എങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.